റോഷിപാലി പോസ്റ്റിൽ പറയുന്ന പോലെ 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തു കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു എന്നുള്ളത് അയാൾ പറഞ്ഞു വയ്ക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. എല്ലാം ചെയ്തു വെച്ചത് അതിജീവിതയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരുന്നു അയാളുടെ ആ വാക്കുകളും. അത് പങ്കുവെക്കാനും കുറെ ആളുകൾ ആ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്നീടും ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതിൽ മുന്നോട്ട് വരികയാണ്, നിയമ പോരാട്ടത്തിനായി വീണ്ടും മുന്നോട്ട് വരികയാണ്. അവർ ചോദിച്ച പോലെ അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത്. ഇതിലിപ്പോൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ കേസ് എടുത്തതിന് ശേഷം മാർട്ടിന്റെ മാത്രമല്ല ഇതിൽ പങ്കുവെച്ചവർക്കെതിരെയും കൃത്യമായിട്ടുള്ള ലിങ്കുകളടക്കം കൊടുത്താണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അതിജീവിത. ഇതിനുശേഷം കൂടുതൽ പേരിലേക്കും ഈ അന്വേഷണം നീളുമോ? ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം? അതിജീവിതയുടെ സഹോദരൻ പോലീസിൽ നൽകിയ പരാതിയിൽ പരിശോധന തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം 2017 ഫെബ്രുവരി 17 നടന്ന ഒരു അക്രമ സംഭവമാണ്. സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനമാണ്. അതൊരു പക്ഷേ രാജ്യം തന്നെ ഞെട്ടിയൊരു സംഭവം. കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പോലീസ് കണ്ടെത്തിയ സംഭവം. ആ സംഭവത്തിലാണ് 8.25 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആ പെൺകുട്ടി ധീരമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ ആ പെൺകുട്ടിയെ ഗൂഢാലോചനക്കാരി എന്ന് വിളിക്കുന്നത്, ആ പെൺകുട്ടിയുടെ പേര് നിയമവിരുദ്ധമായി വെളിപ്പെടുത്തുന്നത്, സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടാൻ വേണ്ടി അവസരമൊരുക്കുന്നു. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. കാരണം ഇതിന്റെയൊക്കെ കുറിപ്പുകൾ സാമ്യതയുണ്ടെന്ന് പോലീസ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുന്നു. മാർട്ടിന്റെ വീഡിയോ 2 വീഡിയോകളാണ് പ്രചരിക്കുന്നത്. അതിൽ ഒരു വീഡിയോ ഒരു വാഹനത്തിലാണ് ചിത്രീകരിക്കുന്നത്. ആ വീഡിയോ ചിത്രീകരിക്കുന്നയാൾ എന്തൊക്കെ പറയണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതാണ് പോലീസിന്റെ സംശയം ജനിപ്പിച്ചത്. പിന്നീട് മറ്റൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ എഴുതി വായിക്കുന്നതാണെന്ന സംശയം പോലീസിനുണ്ട്. ഈ കാര്യങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. മാർട്ടിനെ ജയിലിനകത്ത് പോയി ചോദ്യം ചെയ്യേണ്ടി വരും. ഈ കേസിലെ 2ാം പ്രതിയാണ് മാർട്ടിൻ ഈ വീഡിയോ പ്രചരിപ്പിച്ചപ്പോൾ ആ വീഡിയോ ഏറ്റെടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി ഈ കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്നു. ചാനൽ ചർച്ചകളിൽ എത്തുന്ന പലരും ഇത് അടിസ്ഥാനമാക്കി തന്നെ കുറിപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അതിജീവിതയെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് അത് വ്യാപകമായി 100 കണക്കിന് പോസ്റ്റുകൾ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കണ്ടെത്തലുകൾക്കെതിരെ വ്യാജമായി ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു പരാതിയുമായി പോലീസിനെ സമീപിക്കേണ്ടത് വന്ന്. പോലീസ് ഏതായാലും ഈ കാര്യത്തിൽ പരിശോധന തുടങ്ങി. പക്ഷേ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇപ്പോഴും ക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയെ വേട്ടയാടപ്പെടുന്നു സാമൂഹ്യ മാധ്യമത്തിൽ എന്നതാണ് ദുഃഖകരമായ കാര്യം. ഇപ്പോഴും പോലീസിന് ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പരാതി നൽകി 2 ദിനം പിന്നിടുന്നു. FIR രജിസ്റ്റർ ചെയ്ത് എത്രയോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതിൽ ഒരാളെ പോലും പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. തെളിവുകളെല്ലാം പോലീസിന്റെ കൈവശം എത്തിയിട്ടുണ്ട്. അത് ആരെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൽ എല്ലാവരും അറിയപ്പെടുന്നവരാണ്, അറിയപ്പെടുന്ന ദിലീപ് അനുകൂലികളാണ് എല്ലാവരും. എന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ നിയമപ്രകാരം അവരെ ചോദ്യം ചെയ്യാനോ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ഈ മാർട്ടിന്റെ വീഡിയോയുള്ള ടെക്സ്റ്റുകളടക്കം കൃത്യമായി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. മാർട്ടിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് ഒട്ടേറെ പേർ ഇപ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ നിറയുമ്പോഴാണ് അത് വേദനയോടെ തനിക്കെതിരെ നടക്കുന്ന ആക്രമണം തടയാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ പെൺകുട്ടി വരുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നപ്പോൾ താൻ ഇതൊക്കെ പോലീസിന്റെ മുന്നിലേക്ക് എത്തിച്ചതാണോ, താൻ ചെയ്ത തെറ്റെന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉത്തരമില്ലാതെ ഇങ്ങനെ അവശേഷിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താൻ ഇരയല്ലെന്ന് ഒരിക്കൽ ഒരു ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ് അതിജീവിതയാണ് താനെന്ന് പറഞ്ഞ് അക്രമത്തിന് ഇരയാകുന്നവർക്ക് പ്രചോദനമായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ മാനസികമായി തകർന്ന് നിസ്സഹായയായി ഒടുവിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്നൊരു ചോദ്യം ഉയർത്തുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കുറിപ്പായി ഇതിനെ കാണേണ്ടി വരും. പൊതുസമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പോലീസിന് ഇതൊന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ആ പെൺകുട്ടി ഇത്തരം ഒരു കുറിപ്പുമായി രംഗത്ത് വരാൻ അവരെ പ്രേരിപ്പിച്ചത്. വേദനയോടെയാണ് ആ പെൺകുട്ടി ഈ കുറിപ്പ് അയച്ചത്. താൻ മാനസികമായി പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. മുഖ്യമന്ത്രിയെ ഒടുവിൽ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് നേരിട്ട് കണ്ട് താൻ പോരാട്ടത്തിനിറങ്ങുകയാണ്, സർക്കാർ ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രി ഏതാണ്ട് 1 മണിക്കൂറോളം ആ പെൺകുട്ടിയോട് സംസാരിച്ചു, ധൈര്യം പകർന്നു. താങ്കൾ അതിജീവിതയല്ല ഝാൻസി റാണിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാണ് അവിടെ നിന്നും പുറത്തേക്ക് അയച്ചത്. പക്ഷേ അതിനുശേഷവും നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറിവിളിയും അധിക്ഷേപവും അസഹ്യനീയമായ രീതിയിലേക്ക് കടക്കുമ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ വീണ്ടും താൻ അന്ന് പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു
എന്ന ഒരു സംശയം ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഉയർന്നിരിക്കുകയാണ്. കാരണം ആ പരാതി കൊടുത്തത് കൊണ്ടല്ലേ താൻ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടപ്പെടുന്നത് എന്ന ചോദ്യം ആ പെൺകുട്ടിയുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും പോലീസാണ് ഇനി ഇതിൽ നടപടിയെടുക്കേണ്ടത്. പരാതി പോലീസിന് മുന്നിലുണ്ട്, നിരവധി ഐഡികളുണ്ട്, എല്ലാം അത് അറിയപ്പെടുന്നവരാണ്. അവരെ എന്തുകൊണ്ട് പോലീസ് വിളിപ്പിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? അവർ വീണ്ടും ആ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവർ ഈ അതിജീവിതക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണ് സാമൂഹ്യ മാധ്യമത്തിൽ. മാർട്ടിന്റെ വീഡിയോ വെച്ച് തന്നെ കള്ളക്കഥകൾ അവർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഈ പരാതിയിൽ അതിജീവിതയുടെ സഹോദരൻ പറഞ്ഞത്. പോലീസിന്റെ കണ്ടെത്തലുകൾ, തെളിവുകളൊക്കെ പുറത്തുണ്ടായിട്ടും ഈ പെൺകുട്ടിയെ ഗൂഢാലോചനക്കാരിയായി ചിത്രീകരിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് പോലും വെളിപ്പെടുത്തുന്നു. അത് സുപ്രീം കോടതിയുടെ വിധി ഒക്കെ ലംഘിച്ചുകൊണ്ട് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി ആക്രമിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉയരുകയാണ്. തീർച്ചയായിട്ടും റോഷിപാൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളത്. ഈ കേസെടുത്തു എന്ന് പറയുമ്പോഴും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ റോഷിപാൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അറിയപ്പെടുന്ന ആളുകൾ അടക്കമാണ് ഈ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും നടപടിയിലേക്ക് കടക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. അപ്പോഴും നിസ്സഹായിയായി മറുവശത്ത് അവർ പറയുന്നു അവർ നേരിടേണ്ടി വന്ന അതിക്രൂരമായിട്ടുള്ള അതിക്രമത്തിനപ്പുറത്തേക്ക് ഇന്നും ആ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണത്തിലൂടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവിത. വിവരങ്ങളാണ് RRോഷിപാലും TV പ്രസാദും നൽകിയത്.